നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് ചങ്ങല. അമ്മൂട്ടിയെ, ഉത്സവമൊക്കെ കഴിഞ്ഞില്ലേ? എത്ര നേരമായി ഈ നിൽപ്പ് നിൽക്കുന്നു? ആനകളെന്ന് വച്ചാൽ ഈ കുട്ടിക്ക് ഭ്രാന്ത. ഇങ്ങോട്ട് വരിക. മുത്തശ്ശിയുടെ ഈ വാക്കുകൾ അവൾ കേട്ടതായി പോലും നടിച്ചില്ല. ഉത്സവം കഴിഞ്ഞ് വരിവരിയായി പോകുന്ന ആനകളെ അവൾ കൗതുകത്തോടെ നോക്കി നിന്നു. എത്ര അനുസരണയുള്ള എലിക്കുഞ്ഞുങ്ങളെ പോലെയാണ് അവർ പാപ്പാന്റെ പുറകെ പോകുന്നത്. അവൾ കൗതുകത്തോടെ അവയെ നോക്കിയിരുന്നു. അവയുടെ കഴുത്തിലും കുറുക്കിലും കാലിലുമായി ചുറ്റിയിരിക്കുന്ന ചങ്ങലകൾ അവളുടെ ദൃഷ്ടിയിൽ പതിഞ്ഞു. ചങ്ങലകൾ അണിഞ്ഞ് ആനകൾ നടന്നു നീങ്ങുമ്പോൾ ചിലങ്കകളുടെ കിലുക്കം അവൾക്ക് അനുഭവപ്പെട്ടു. ആ കുഞ്ഞു മനസ്സ് ഒന്ന് പിടഞ്ഞു. അവൾ തൻ്റെ പാദസരത്തിലേക്ക് നോക്കി. നിറയെ മുത്തുള്ള പാദസരം. അച്ഛൻ ഇന്നലെ വാങ്ങി നൽകിയതാണ്. അമ്മൂട്ടിയെ, ഇതിട്ടാൽ നിന്നെ കാണാൻ നല്ല ചേലുണ്ടാവും. അച്ഛൻ്റെ വാക്കുകൾ അവളുടെ ചെവിയിൽ മാറ്റലുകൊണ്ട്. പാദസരമണിഞ്ഞ് അവൾ ആ ഗ്രാമമാകെ ഓടിക്കളിച്ചു നടന്നു. അമ്മൂട്ടി വളർന്നു വലുതായി, ഉന്നത വിദ്യാഭ്യാസം നേടി. ഇപ്പോൾ അവളൊരു ഭാര്യയാണ്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയും. ഭർത്തൃവീട്ടിലേക്ക് പോകുവാനായി നിന്ന നേരം അമ്മ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു, ഭർത്തൃദേവോ ഭവ. ഭർത്തൃവീട്ടിലെത്തിയപ്പോഴോ ഭർത്തൃമാതാവ് പറഞ്ഞു, ഇനി ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് നീയാണ്. അവളത് അക്ഷരം പ്രതി അനുസരിച്ചു. ഭർത്താവിൻ്റെ അനുസരണയുള്ള ഭാര്യയായി. ആ വീട്ടിലെ എല്ലാ ചുമതലകളും അവൾ അവളുടെ കടമകളായി കരുതി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കടമകൾ അവൾക്കുള്ളതായി മാത്രമായി മാറി. വിദ്യാഭ്യാസമുണ്ടെങ്കിലും ജോലി അവൾക്ക് സ്വപ്നതുല്യമായിരുന്നു. ഇന്നവൾ 4 മണിക്ക് അലാറമില്ലാതെ ഉണരുന്ന ഒരു യന്ത്രമാണ്. ഉണർന്ന് ഉറങ്ങുന്നത് വരെ കടമകൾ നിർവഹിക്കുന്ന ഒരു യന്ത്രം. കടമകൾ നിറവേറ്റുന്നതിന് ഉള്ള സമ്മാനമായി അവളെ സ്വർണവലയങ്ങളാൽ പൊതിയപ്പെട്ടു. ഓരോ സ്വർണവലയങ്ങളും അവളെ ശ്വാസം മുട്ടിച്ചു. സ്വന്തമായി അവകാശങ്ങളോ സ്വാതന്ത്ര്യമോ ഇല്ലാത്ത ഒരു യന്ത്രം, സ്വർണവലയങ്ങൾ അണിഞ്ഞ യന്ത്രം. അവ വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടുവാൻ അവൾ നോക്കി. പറ്റുന്നില്ല. ഓരോ സ്വർണവലയങ്ങളും ഓരോ ബന്ധനങ്ങളായി അവളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടേയിരുന്നു. അന്ന് അയാൾക്ക് പ്രമോഷൻ കിട്ടിയ ദിവസമായിരുന്നു. വൈകുന്നേരം സന്തോഷവാനായി എത്തിയ അയാൾ അമ്മൂട്ടിയെ വിളിച്ചു. അമ്മൂട്ടിയെ, ഇങ്ങോട്ട് വരിക. തീ പാറുന്ന ചായയുമായി അമ്മൂട്ടി അയാളുടെ അടുത്തേക്കെത്തി. ചായ അയാൾക്ക് നൽകി. ചായ വാങ്ങിക്കുടിച്ച അയാൾ ഒരു സമ്മാനപ്പൊതി അമ്മുവിന് കൈമാറി. അവളത് തുറന്നു നോക്കി. 4 സ്വർണവളകൾ. അയാൾ പറഞ്ഞു, അമ്മു ഇതിട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. അയാൾ ആ വളകൾ അവളെ അണിയിച്ചു. ഇത് നന്നായിട്ടില്ലേ അമ്മു? അയാൾ ചോദിച്ചു. അമ്മു ഒന്നും മിണ്ടിയില്ല. വീണ്ടും സ്വർണവലയങ്ങൾ. അയാൾ അവളെ അണിയിച്ചു. അവൾ പുഞ്ചിരിയോടെ അകത്തേക്ക് പോയി. ആ വളകളുടെ കിലുക്കം അവൾക്ക് ഒരു ചങ്ങല കിലുക്കമായി തോന്നി. വീണ്ടും ശ്വാസം മുട്ടിക്കുന്ന ചങ്ങല കിലുക്കം. ആനകളെ വരിഞ്ഞു മുറുക്കിയിരുന്ന അതേ ചങ്ങല കിലുക്കം.